നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചരിത്രത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും നിർണായകമായ ഒരു യുദ്ധം തുടങ്ങാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രം. അപ്പോഴാണ് ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളികളിൽ ഒരാൾ തന്റെ വില്ലുമമ്പുമെല്ലാം താഴെ വെച്ച് തളർന്നിരിക്കുന്നത്. എന്തുപറ്റി? അപ്പോ രംഗം കുരുക്ഷേത്രമാണ്. ലക്ഷക്കണക്കിന് പടയാളികൾ രണ്ട് ചേരിയിലായിട്ട് അണിനിരന്ന് നിൽക്കുകയാണ്. മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പോരാട്ടത്തിനാണ് അവിടെ കളമൊരുങ്ങിയിരിക്കുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. യുദ്ധം തുടങ്ങാനുള്ള ശംഖനാദമൊക്കെ മുഴങ്ങിക്കഴിഞ്ഞു. ഓരോ യോദ്ധാവിന്റെയും നെഞ്ചിടിപ്പ് കൂടുകയാണ്. എല്ലാവരും യുദ്ധത്തിന് റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു നിർണായക നിമിഷത്തിൽ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഒരൊറ്റയാൾ, ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളി അർജുനൻ, തന്റെ ഐതിഹാസികമായ ഗാണ്ഡീവം അങ്ങോട്ട് താഴെ വെച്ചു. എന്നിട്ട് തേർത്തട്ടിൽ തളർന്നിരുന്നു. എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തത്? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ നിമിഷത്തിലേക്ക് തന്നെ പോകാം. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? അർജുനന്റെ ആ ഒരു തകർച്ചയുടെ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ ശ്ലോകം. ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യമാണിത്. ഈയൊരൊറ്റ വരി, ഇതിലാണ് നമ്മുടെ ഇന്നത്തെ മുഴുവൻ ചർച്ചയും കേന്ദ്രീകരിക്കുന്നത്. യുദ്ധം കാണാൻ കഴിയാത്ത ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണല്ലോ, അതിലൊരു ഭാഗമാണിത്. ശരി, ഈ ശ്ലോകത്തിന്റെ മുഴുവൻ ആഴവും മനസ്സിലാവണമെങ്കിൽ നമുക്കിതിലെ ഓരോ വാക്കുമെടുത്ത് ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കണം. റെഡിയല്ലേ? നോക്കൂ, ഇതാണ് ആ ശ്ലോകത്തിലെ വാക്കുകൾ, സംസ്കൃതത്തിൽ നിന്ന് നേരിട്ട്. ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു ഭാരമുണ്ട്. ഉദാഹരണത്തിന്, രഥോപസ്ഥേ ഉപാവിശത് എന്നു പറഞ്ഞാൽ തേർത്തട്ടിൽ ഇരുന്നു എന്നാണ്. പക്ഷെ അത് വെറുമൊരു ഇരിപ്പല്ല, മറിച്ച് തളർന്ന് തകർന്ന് ഇരുന്നുപോയി എന്നൊരു ഭാവമാണതിന്. അതുപോലെ തന്നെ വിസൃജ്യ എന്ന വാക്ക്, അതിനർത്ഥം വില്ല് കയ്യിൽ നിന്ന് വെറുതെ വീണുപോയതല്ല, ബോധപൂർവം തന്നെ താഴെ വെച്ചതാണ്, ഉപേക്ഷിച്ചതാണ് എന്നാണ്. അപ്പോ അർജുനന്റെ ഈ കീഴടങ്ങലുണ്ടല്ലോ, അതൊരൊറ്റ നിമിഷത്തെ തീരുമാനമല്ല, അതൊരു 4 ഘട്ടങ്ങളായിട്ട് സംഭവിച്ച ഒന്നാണ്. 1, ഏവമുക്ത്വ, അതായത് അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന അർജുനന്റെ വാക്കുകളും നിന്നു, പറയാനൊന്നുമില്ലാതായി. 2, തന്റെ ജീവനായ, തന്റെ വ്യക്തിത്വമായ വില്ല് താഴെ വെച്ചു. 3, ഒരു യോദ്ധാവ് എപ്പോഴും നിവർന്നു നിൽക്കണം, പക്ഷേ അദ്ദേഹം തേർത്തട്ടിൽ തളർന്നിരുന്നു. 4-ാമത്തേതാണ് ഇതിനെല്ലാം കാരണം, ആ മനസ്സ് ദുഃഖം കൊണ്ട് പൂർണ്ണമായി തകർന്നു പോയിരുന്നു. അവസാനം പറഞ്ഞ ആ ഒരു ഒറ്റ വാക്കുണ്ടല്ലോ, ശോക സംവിഘ്ന മാനസഃ, അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ആ വാക്കിനെ ഒന്ന് പൊളിച്ചു നോക്കാം. അതില് 3 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് ശോകം. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുഃഖം, വിഷമം എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഇത് വെറും ഒരു സാധാരണ വിഷമല്ല. അടുത്ത ഭാഗം സംവിഘ്നം എന്നതാണ്. അതിന്റെ അർത്ഥം മനസ്സാകെ കലങ്ങി മറിഞ്ഞു, നിയന്ത്രണം പോയി, ഒരു കൊടുങ്കാറ്റിൽ പെട്ടതുപോലെയായി എന്നാണ്. ഒരു തരം ആന്തരികമായ പ്രകമ്പനം. ഇനി 3-ാമത്തേത് മാനസഃ, അതായത് മനസ്സ്. വെറും ബ്രെയിൻ എന്നല്ല, ഒരു വ്യക്തിയുടെ ചിന്തയും വികാരങ്ങളുമെല്ലാം ചേർന്ന് ആ ആന്തരിക ലോകമില്ലേ, അതാണ് മാനസഃ. അപ്പോ ഈ 3 കൂടെ ഒന്നിച്ചു ചേരുമ്പോഴെന്തായി? ശോകസംവിഘ്ന മാനസഃ, അതായത് ദുഃഖം കൊണ്ട് കലങ്ങി മറിഞ്ഞ് നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു മനസ്സ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, അർജുനന് ദുഃഖമുണ്ടായിരുന്നില്ല, മറിച്ച് അർജുനൻ ദുഃഖമായി മാറുകയായിരുന്നു. ആ ദുഃഖം അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ വിഴുങ്ങി. അപ്പോ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലായി. ഇനി അർജുനൻ ചെയ്ത പ്രവൃത്തി, ആ ഇരിപ്പ്, അതിന്റെ അർത്ഥം എന്താണ്? അതൊരു വെറും തളർച്ച മാത്രമായിരുന്നോ, അതോ അതിനപ്പുറം എന്തെങ്കിലും അതിലുണ്ടോ? ഒന്ന് നോക്കിക്കേ, ഒരു യോദ്ധാവിന്റെ സാധാരണ നിൽപ്പ് എന്താണ്? യുദ്ധം ചെയ്യാൻ തയ്യാറായി, ശത്രുവിനെ നേരിട്ട് നിൽക്കുക, അല്ലേ? പക്ഷെ അർജുനൻ എന്തു ചെയ്തു? അദ്ദേഹം ഇരുന്നു. യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് ഒരു യോദ്ധാവിന്റെ ഭാവം ഉപേക്ഷിച്ച് സ്വയം ദുർബലനായിക്കൊണ്ടിരുന്നു. അതൊരു ശാരീരികമായ പ്രഖ്യാപനമാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്നതിന്റെ പ്രഖ്യാപനം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇതൊന്നും ഒരു മുറിയുടെ മൂലയിലിരുന്ന് സ്വകാര്യമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. 2 മഹാസൈന്യങ്ങളും നോക്കി നിൽക്കെ യുദ്ധത്തിന്റെ നടുവിലാണ് അർജുനൻ ഇത് ചെയ്യുന്നത്. അപ്പോ ഇതൊരു സ്വകാര്യ തകർച്ചയല്ല, ഇതൊരു പരസ്യമായ വിസമ്മതമാണ്. എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് പോലെയായിരുന്നു അത്. അപ്പോ അർജുനന്റെ ഈ തകർച്ച, അതൊരു അവസാനമായിരുന്നു? അല്ല, സത്യത്തിൽ അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഭഗവത്ഗീത എന്ന മഹത്തായ ജ്ഞാനം
ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു തകർച്ചയിൽ നിന്നാണ്. അപ്പോ ഈ ഒരൊറ്റ നിമിഷത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, കീഴടങ്ങുന്നത് എപ്പോഴും ഒരു ബലഹീനതയല്ല, ചിലപ്പോൾ അതൊരു തിരഞ്ഞെടുപ്പാണ്. എനിക്ക് തനിച്ച് ഇത് പറ്റില്ല എന്ന് തിരിച്ചറിയുന്നത് തന്നെ ഒരു തരം ശക്തിയാണ്. നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഒരു പുതിയ തുടക്കം വരുന്നത്. അർജുനൻ തന്റെ സ്വന്തം കഴിവിലുള്ള വിശ്വാസം പൂർണ്ണമായി ഉപേക്ഷിച്ചപ്പോഴാണ്, ആ ശൂന്യതയിലാണ് കൃഷ്ണന്റെ ഉപദേശം ആരംഭിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗീത എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാം തികഞ്ഞ ഒരു പ്രശ്നവുമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയല്ല, അല്ലേ അല്ല. അത് ജീവിതത്തിൽ അടിപതറിപ്പോയ, തകർന്നുപോയി എന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അർജുനന്റെ വിജയത്തിലല്ല, അവന്റെ സമ്പൂർണമായ തകർച്ചയിലാണ് ഗീത ആരംഭിക്കുന്നത്. അങ്ങനെ ഗീതയുടെ 1-ാം അധ്യായം നമ്മളോട് ഒരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന, പറയാൻ വാക്കുകളില്ലാതെ, ചെയ്യാൻ ഒന്നുമില്ലാതെ മനസ്സ് തളർന്നു പോകുന്ന ആ നിമിഷങ്ങൾ വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അർജുനൻ എന്താണ് ചെയ്തത്? അവൻ തന്റെ കയ്യിലുള്ളതെല്ലാം താഴെ വെച്ചു തളർന്നിരുന്നു. എന്നിട്ടോ അവൻ കാത്തിരുന്നു. ഒരുപക്ഷെ ആ കാത്തിരിപ്പായിരിക്കാം നമുക്കും പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.